ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി ഇങ്ങനെ സത്യനെ കൂടെ നിർത്തുകയാണ് കേട്ടോ. എൻ്റെ കൂടെ നിൽക്ക്, നിൻ്റെ ഏട്ടനെ ഞാനൊരു ബിസിനസ്സുകാരനാക്കി മാറ്റി. ഇന്ന് ഈ കുടുംബം വളർന്നത് തന്നെ ഇവിടെ നിന്നിട്ടാണ്. ബിസിനസ് എന്താ എന്ന് പഠിച്ചത് തന്നെ ഇവിടെ നിന്നിട്ടാണ്. അതുപോലെ നീ നിൽക്ക് സത്യ എന്ന് പറയുമ്പോൾ സത്യയെ അത് വേണ്ട, എൻ്റെ ഏട്ടൻ ചെയ്തത് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അവിടെ ഗോകുൽ പറയാണ്, അങ്ങനെയല്ല, നീ നാട് വിടുന്നതല്ല നീ ചെയ്യേണ്ടത്, നീ ഞങ്ങളുടെ ഒപ്പം നിൽക്ക്, നിൻ്റെ അമ്മക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്, അതുകൊണ്ട് നീ ഞങ്ങളുടെ ഒപ്പം നിൽക്കുക എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സത്യൻ, അത് ശരിയാവില്ല, നാളെ ഞാനും നിങ്ങൾക്കൊരു ബാധ്യതയാവും, കാരണം ഞാൻ ചെയ്തു കൊടുത്തോളം എല്ലാവർക്കും, ഞാൻ ഒപ്പം നിന്നവർക്കും സഹായിച്ചവർക്കും ഞാൻ നാളെ ഒരു ബുദ്ധിമുട്ടായി മാറരുത്, ഈ സത്യം കാരണം മറ്റുള്ളവർ വേദനിക്കരുത് എന്നാണ് സത്യൻ്റെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം. ആ ആഗ്രഹം പോലെ തന്നെ ആവണം, ഞാൻ ആരുടെയും ഒരു വഴിത്തടസ്സമാവും ചെയ്യരുത്, ഞാൻ കാരണം മറ്റുള്ളവർക്ക് വേദനയുണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയുകയാണ്, ഇനി എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇനി കാരണം ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്, ഇനി ഞങ്ങളെ ബിസിനസ് സഹായിച്ചോ, എന്നിട്ട് ഇനി ഒരു കരക്ക് വെത്ത് നീയും സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങി ഏട്ടൻ്റെ പോലെ ഏട്ടനൊപ്പം വളർന്ന് ആ ഒരു ലെവലിലാക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്, നിങ്ങളെ പൊക്കാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ അമ്മയുടെ എല്ലാ തെറ്റുകളും ഇന്ദ്രൻ സഹിച്ചു പിടിച്ചത്, അതൊക്കെ നീ ഓർക്കണം, ഒരിക്കലും ഓർക്കാതിരിക്കരുത്. പാവമാണ് നിൻ്റെ ഏട്ടൻ, പക്ഷേ അമ്മയുടെ വാക്കുകൾക്ക് കേട്ട് അതിനനുസരിച്ച് തുള്ളുന്നു എന്ന് മാത്രം എന്ന് പറയണ്ട. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സത്യന് അതിലൊരു ശരിയുണ്ട് എന്ന് തോന്നട്ടെ. അങ്ങനെ സത്യൻ തീരുമാനമെടുക്കുകയാണ്, ഞാനിവിടെ നിന്നോളാം എന്ന് പറയണേ. അപ്പോൾ ഈ വീട്ടിൽ തന്നെ നീ തുടരുമെന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ ഈ വീട്ടിൽ നിന്നാൽ പല പേരുദോഷങ്ങളും കേൾക്കുമെന്ന് പറയുമ്പോൾ സച്ചി പറയും, അതൊന്നുമില്ല, അതൊക്കെ നിൻ്റെ തോന്നൽ മാത്രം, അങ്ങനെ പേരുദോഷങ്ങളൊന്നും കേൾക്കില്ല, നീ ഇവിടെ നിൽക്ക്, ഒരിക്കലും എൻ്റെ കൂടെ നിൽക്കുന്നത് നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല, നീ ഇവിടെ നിൽക്കെന്ന് പറയട്ടോ. അങ്ങനെ സത്യനെ അവിടെ നിൽക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്. എന്നാൽ സത്യന് പേടി, സത്യനെ ഇന്ദുവിനെ ആയി കൂട്ടാക്കാനും ഇന്ദു ഇനി സത്യനുമായി ഇനി ഒരു പെരുദോഷം എന്തെങ്കിലും പറഞ്ഞ് നാളെ സച്ചി അവിടെ നിന്ന് തന്നെ ഇറക്കുമോ എന്നൊരു പേടിയാണ് കേട്ടോ. എന്നാൽ ഈ സമയം വിനയനാണെങ്കിലോ, വിനയനെ തിരക്കിയിട്ട് പോലീസ് വന്നിരിക്കുകയാണ്. അപ്പോൾ വിനയന് നേർക്ക് പരാതി കൊടുത്തിരിക്കുന്നത് ആ ഒരു ഹോട്ടലിലെ ആളായിരിക്കും, ആ ഹോട്ടലിലെ മാനേജറായിരിക്കും വിനയന് നേർക്ക് പരാതി കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ഹോട്ടൽ ഉടമയും ഇയാളും പോലീസുകാരും കൂടി വിനയൻ്റെ അടുത്തോട്ട് വരികയാണ്. വിനയനെ ആണെങ്കിലോ പോലീസ് കണ്ട ഉടനെ തന്നെ എന്താ നിങ്ങളിവിടെ, അപ്പോഴേക്കും ലതികയും ലംബോദരനും ചോദിക്കും, എന്താ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പോലീസുകാർ വരും, ഒരു കുറ്റം ചെയ്യാതെ ആരും ഈ റൂമിലോട്ട് കയറി വരില്ലല്ലോ. അപ്പോൾ വിനയം പറയും, ഞാൻ അതിന് മാത്രം എന്ത് കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ ഉടനെ, നീ എന്ത് കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഞാൻ വള്ളി തെറ്റാതെ എണ്ണി ഓരോന്നായി തന്നെ പറയാം എന്ന് പറഞ്ഞ ഉടനെ എന്താ എന്നിങ്ങനെ ലതിക ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ ഇയാളുടെ അമ്മയാണോ, എന്നാൽ ഇയാൾ ചെയ്ത കുറ്റങ്ങൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതും, അതുമല്ല ആ വീഡിയോ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചതും, അതുപോലെ ആ വീഡിയോ കയ്യിൽ കെട്ടിയിട്ടും അത് മറ്റൊരാൾക്ക് ലക്ഷങ്ങൾ വില പറഞ്ഞ് വിൽക്കാൻ നോക്കിയതാണ് ഇവൻ്റെ നേരിലുള്ള കുറ്റം എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ലതിക തന്നെ വാ പൊത്തിപ്പോവാണ്, എൻ്റെ മകൻ ഇത്രയും ക്രൂരനാണോ എന്ന ഭാവത്തിൽ ലതിക ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. ഇതേ സമയം ലതിക പൊട്ടിക്കരയാണ്, തൻ്റെ മകനെ കൊണ്ടുപോകരുതെന്ന് പറയെങ്കിലും കൂടി ലംബോദരൻ ഒന്നും പറയില്ല. ലംബോദരൻ മാറി നിൽക്ക്, ലതികയെ കുറ്റം ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം, ഇത്രയും ക്രൂരമായ ശിക്ഷ ഇവൻ ചെയ്തിട്ടാണോ എന്നെയും കൂടി ആ പാപത്തിൽ കറ പറ്റാൻ നോക്കിയത് എന്നുള്ള ഭാവത്തിൽ ലംബോദരൻ ഇങ്ങനെ നോക്കണം കേട്ടോ. എന്നാൽ ഈ സമയം വിനയനാണെങ്കിലോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നീ തെറ്റ് ചെയ്തോ ഇല്ലെന്നല്ല ഞങ്ങൾ നിന്നെ കൊണ്ട് പറയിപ്പിച്ചോളാം, നീ മര്യാദക്ക് വാടാ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ വിനയനെ കൊണ്ടുപോകുമ്പോൾ വിനയൻ അപ്പോഴും വീറും വാശിയും വിടുന്നില്ല. അപ്പോഴായിരിക്കും മാഷും രഘുവും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അങ്ങനെ ഈ സമയം ലതിക എൻ്റെ മോനെ എന്ന് പറഞ്ഞിങ്ങനെ നിലവിളിച്ചും കൊണ്ട് തൻ്റെ മകൻ്റെ കൂടെ പോകുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നു. ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന രഘുവും മാഷാണെന്ന് കാണുമ്പോൾ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം വിനയനെ തള്ളിപ്പിടിച്ച് ജീപ്പിലോട്ട് കയറ്റാൻ നോക്കുകയാണ്. ആ സമയമാണ് വിനയൻ ഈ കാഴ്ച കാണുന്നത്. അങ്ങനെ വിനയൻ എന്ത് ചെയ്യും, ആ ജീപ്പിൽ നിന്ന് അതേപോലെ ഒരു കാലടി ബാക്കിലോട്ട് വെച്ചിട്ട് വിനയൻ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് മാഷ്. അങ്ങനെ മാഷിനെ ആ നോക്കുന്ന നോട്ടത്തിൽ തന്നെ ഉണ്ട്, നിങ്ങളുടെ മകനെയും നിങ്ങളെയും ഞാൻ വെറുതെ വിടില്ല, മകളെയും ഞാൻ വെറുതെ വിടില്ല, ഇതിന് കാരണക്കാരായ ആരായാലും ഞാൻ വെറുതെ വിടില്ല എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കണം. എന്നാൽ എന്താടാ നീ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്, മര്യാദക്ക് ജീപ്പിൽ കയറടാ എന്ന് പറഞ്ഞിട്ട്
അങ്ങ് വിനയനെ കയറ്റിക്കൊണ്ടുപോകുമ്പോൾ ലതിക തൻ്റെ മകൻ ചെയ്ത തെറ്റ് ആരോടാണ് ഈ ചെയ്തത് എന്നുള്ളത് അറിയാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പറയും മാഷിൻ്റെ മകൾ മഞ്ചാടിയാണെന്ന് പറയാണ്. അത് കേൾക്കുന്ന ലതിക ആകെ തകർന്നു പോവാണ്. പിന്നീട് ലതിക മാഷിൻ്റെ അടുത്തോട്ട് ചെല്ലാണ്. എന്നിട്ട് പറയും മാഷെ എൻ്റെ മകൻ തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്, അതിന് അവന് ശിക്ഷയും കിട്ടണം, പക്ഷേ അവനെ പ്രസവിച്ച അമ്മയായതുകൊണ്ട് എന്ന് പറയുമ്പോൾ മാഷ് പറയും പല തെറ്റുകളും ഞാൻ കണ്ടില്ലെന്ന് വെച്ചിട്ടേ ഉള്ളൂ, എന്നിട്ടും നിങ്ങളുടെ മകൻ ക്രൂരതകൾ മുകളിലൂടെ ക്രൂരതകൾ ചെയ്യുകയാണെങ്കിൽ അവൻ ചെയ്തതിൻ്റെ ശിക്ഷ അവൻ അനുഭവിക്കണം, എന്നാലാണ് വിനയനായി തീരുള്ളൂ, അല്ലെങ്കിൽ അവനിൽ ഇനി ഒരു മനുഷ്യത്വം ഉണ്ടാവില്ല എന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം ഞാൻ എൻ്റെ മോളോട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് ലതിക പറയുമ്പോൾ മാഷ് പറയാണ് നിങ്ങൾ ആരുടെ സംസാരം കേട്ടിട്ടാണെങ്കിലും ശരി, നിങ്ങൾക്ക് ചീരുവിനെ ഇത്രയും കാലം അറിയായിരുന്നല്ലോ, ചീരു അവളുടെ നഷ്ടപ്പെട്ടു പോയ അമ്മയുടെ സ്ഥാനത്താണ് നിങ്ങളെ കണ്ടിരുന്നത്, എന്നിട്ടും നിങ്ങൾ അവളോട് ഇങ്ങനെ ചെയ്ത് തീരെ ശരിയായില്ല എന്ന് പറഞ്ഞ് മാഷ് അങ്ങ് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇന്ദ്രനാണെങ്കിലോ മനസ്സമാധാനം പോയിരിക്കുകയാണ്. സത്യൻ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക? ചീരു അവളുടെ വീട്ടിലുണ്ടെങ്കിൽ സത്യൻ എവിടെ? സത്യൻ്റെ യാതൊരു വിവരവും ഇല്ലല്ലോ. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ സത്യം അവൻ്റെ കൂടെ ഉണ്ടാവുമോ, അവളുടെ കൂടെ ഉണ്ടാവുമോ എന്നൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴായിരിക്കും ഷ്യാമിന് സത്യൻ്റെ കോൾ വരുന്നത്. അങ്ങനെ ഷ്യാം സത്യനാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ഉടനെ ഷ്യാം സത്യൻ നീ എവിടെയാണ്, നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ ഒരുപാട് അലഞ്ഞു, നീ എവിടെയാണെങ്കിലും ഞങ്ങളോട് പറ എന്ന് പറയുമ്പോൾ ഞാൻ സച്ചി സാറിൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയാം കേട്ടോ. സച്ചി സാറിൻ്റെ വീട്ടിലോ? ഇനി എൻ്റെ ജീവിതം സച്ചി സാറിൻ്റെ വീട്ടിലാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേട്ട് സുശീല അങ്ങ് വരികയാണ്. എന്താണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞ ഉടനെ അവിടെ പറയാണ് സോന നിങ്ങളുടെ മകൻ സച്ചി സാറിൻ്റെ വീട്ടിലുണ്ട്, അവൻ എൻ്റെ ശത്രുവിൻ്റെ വീട്ടിലോ? അവൻ എന്തിനാണ് അവൻ അവിടെ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ എൻ്റെ മകനാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നങ്ങനെ അസഭ്യ വാക്കുകൾ അങ്ങ് വിളിച്ചു പറയുമ്പോൾ സോന പൊട്ടിത്തെറിക്കുകയാണ്. എന്തറിഞ്ഞിട്ടാ അമ്മ സത്യേട്ടനെ കുറ്റപ്പെടുത്തുന്നത്? സ്വന്തം മകനാണെന്നുള്ള ആ തോന്നൽ അമ്മയ്ക്ക് സത്യേട്ടനെ ഈ വീട്ടിൽ നിന്നും പടിയിറക്കുമ്പോൾ ഉണ്ടായില്ലല്ലോ. അമ്മയാണ് ഇന്നിപ്പോൾ സച്ചി സാറിൻ്റെ വീട്ടിൽ സത്യേട്ടനെ എത്തിക്കാനുള്ള കാരണമുണ്ടാക്കിയത്. അമ്മയാണ് അങ്ങോട്ടേക്ക് സത്യേട്ടനെ പറഞ്ഞയച്ചത്. ഞാൻ അവനോട് പോകാൻ പറഞ്ഞിരിക്കുക, പിന്നെ സത്യേട്ടൻ എന്ത് ചെയ്യണം? സ്വന്തം വീട്ടിൽ നിന്നും പടിയിറക്കി കഴിഞ്ഞാൽ സത്യേട്ടൻ വേറൊരു അഭയമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ പോയി ഇതിനൊക്കെ കാരണക്കാരി എൻ്റെ അമ്മയാണ്, ഞങ്ങളുടെ സ്വന്തം അമ്മയാണ് ഞങ്ങളോട് ഈ ക്രൂരതകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ ഇന്ദ്രന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. ഇന്ദ്രൻ അങ്ങ് സുശീലയുടെ സംസാരം കേൾക്കുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് അമ്മ ഇനിയെങ്കിലും ഒന്നും മിണ്ടാതിരിങ്ങി ഒതുക്കുന്നുണ്ട്. അമ്മയുടെ പ്രവൃത്തി ദോഷം കൊണ്ട് തന്നെയാണ് സോന പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല, അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് എന്നുള്ള ആ വാക്കുകൾ അങ്ങ് പറയാൻ കേട്ടോ. എന്നിട്ട് ഇന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, തൻ്റെ കൂടപ്പിറപ്പികളെ സംരക്ഷിക്കാൻ വേണ്ടി താൻ എന്തെല്ലാം പണികൾ ചെയ്തു. താനും തൻ്റെ കൂടപ്പിറപ്പുകൾക്കും അമ്മയ്ക്കും വേണ്ടി സ്വന്തം കുടുംബജീവിതം പോലും വേണ്ടെന്ന് വെച്ചവൻ ഇന്നിപ്പോൾ തനിക്ക് എല്ലാവരും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് കാരണക്കാരൻ എൻ്റെ അമ്മ തന്നെ എന്നുള്ള ആ ഒരു തോന്നൽ ഇന്ദ്രൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നി തുടങ്ങുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം എല്ലാവരും ഒത്തുകൂടാണ്. സച്ചിക്കൊപ്പം വിനയനാണെങ്കിലോ ജയിലിലോട്ടും പോകുന്നു. ചീരുവിനാണെങ്കിലോ അടുത്തോട്ട് പോകണം, പെട്ടെന്ന് ഡിസ്ചാർജായി നമുക്ക് എല്ലാവർക്കും ചീരുമോളുടെ അടുത്തോട്ട് പോകണം എന്ന് മാഷ് പറയാണ്. അതല്ലെങ്കിൽ അമ്പിളിയെങ്കിലും പോവാൻ ഇവിടെ നിൽക്കട്ടെ എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇനി ചീരുവിൻ്റെ ജീവിതത്തിൽ വെളിച്ചം വീശുന്ന ആ നാളുകൾ എത്തിയിരിക്കുന്നു. സത്യനാണെങ്കിൽ പടിയിറങ്ങിയത് കൊണ്ട് തന്നെ ഇനി സത്യൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഇന്ദ്രനും സുശീലക്കും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ മാഷ് ഇനി കൂടുതൽ സത്യനെ സ്നേഹിക്കും. സത്യൻ ഇനി ചീരുവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ സത്യൻ തന്നെ ആയിരിക്കും ഇനി വരിക. ഹോസ്പിറ്റലിൽ വെച്ചും അവിടെ വെച്ചും ഇവിടെ വെച്ചും ഒക്കെ ഇനി സത്യനും ചീരുവും ഒരുമിച്ച് കാണേണ്ട അവസ്ഥ വിനയൻ്റെ അമ്മക്കൊക്കെ വരുമ്പോൾ വിനയൻ്റെ അമ്മ കുറ്റബോധം കൊണ്ട് കരഞ്ഞും കൊണ്ട് തൻ്റെ മകൻ്റെ കൂടെ ഇനിയും ജീവിക്കണമെന്ന് കരഞ്ഞ് കാല് പിടിക്കാൻ മാഷിൻ്റെ മുന്നിലോട്ട് വരുന്നൊക്കെയുണ്ട്. പക്ഷേ മാഷ് അവിടുന്ന് ആട്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ.